Welcome to chemistry class. Today I am discussing organic chemistry, some basic principles and techniques, mainly IUPAC naming. കഴിഞ്ഞ ക്ലാസ്സിൽ branched chain hydrocarbons and also cyclic hydrocarbons, mainly alkanes-ന്റെ IUPAC naming ആണ് നമ്മൾ നോക്കിയത്. ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക, അതിനുശേഷം ഈ ക്ലാസ്സിലേക്ക് വരിക. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് alkenes, alkynes and polyfunctional compounds. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ആദ്യം alkenes ആണ് ട്രൈ ചെയ്യുന്നത്. See this compound. What is the speciality of this compound? There is a double bond present in this compound. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യുന്ന, ഒരു കോമ്പൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ have to select the longest chain and number it either from left to right or from right to left. ഇതിനകത്ത് ലോങ്ങസ്റ്റ് ചെയിൻ നമുക്കറിയാം, ഒരൊറ്റ ചെയിനേ ഉള്ളൂ, നമുക്കൊന്നും ആലോചിക്കാനായിട്ടില്ല. ബട്ട് ഹിയർ ദർ ഇസ് എ ഡബിൾ ബോണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, ആ ഡബിൾ ബോണ്ടിന് മിനിമം നമ്പർ കിട്ടത്തക്ക രീതിയിൽ വേണം ഇത് നമ്പർ ചെയ്യാൻ. സോ ഫ്രം വിച്ച് എൻഡ് വി ക്യാൻ ട്രൈ ദിസ്. ഇഫ് യു ആർ സ്റ്റാർട്ടിംഗ് ഫ്രം ഹിയർ 1 2 3 4 5, what is the position of the double bond? Yes, that is on the third carbon, that is 3-ene. Double bond ആണ്, so you have to add ene there. If the numbering is from right end, this is 1 2 3 4 5. Where is the position of the double bond? Yes, that is on the second carbon, that is 2-ene. Which is the correct one? This is the correct one, and this is wrong. So which is the one with the longest chain? That is pent. 5 carbon ആയിട്ടാണ് വരുന്നത്. So we can add the name as pent. 5 carbon വന്നു, so pent കൊടുത്തു. Then നമ്മൾ second carbonൽ ene ഉണ്ട്, so that is 2-ene. That is the full name, that is pent-2-ene ആണ്. There is no branches, so നമുക്ക് പ്രിഫിക്സ് ചെയ്യാനായിട്ട് ഒന്നുമില്ല ഇവിടെ. So this is the right way. And how to give the bond line representation? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ bond line representation നോക്കിയിട്ടില്ല. ഇന്ന് നമുക്ക് bond line representation കൂടെ നോക്കാം. നമുക്ക് 5 കാർബൺസ് ആണ് വരുന്നത്. എങ്ങനെയാണ് bond line വരയ്ക്കുന്നത് ഇതിൻ്റെ? നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, ഫസ്റ്റ് കാർബൺ, ദെൻ സെക്കൻഡ് കാർബൺ. ബോണ്ട് ലൈൻ റെപ്രസെൻറ്റേഷൻസ് നമ്മൾ സിഗ്സാഗ് വേയിലാണ് കൊടുക്കുന്നത്. സെക്കൻഡ് കാർബണായി, ദെൻ തേർഡ് കാർബൺ ഹിയർ, then fourth carbon, then fifth carbon. Then you can number this like this. നമുക്ക് ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിലും നമ്പർ ചെയ്യാം. ഇവിടുത്തെ ഡബിൾ ബോണ്ട് നമ്മൾ കറക്റ്റ് വേ എന്ന് പറഞ്ഞാൽ നമ്മൾ റൈറ്റ് എൻഡിൽ നിന്നാണ് നമ്പർ ചെയ്ത്, വേണമെങ്കിൽ ആ സൈഡിൽ നിന്ന് തന്നെ നമുക്ക് നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യാം. ആസ് 1 2 3 4 5 എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. മറ്റേ രീതിയിൽ ഞാൻ ചെയ്ത് കാണിക്കാം. ഓക്കെ, നമ്മുടെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, സെക്കൻഡ് കാർബണിൽ നമുക്ക് ഡബിൾ ബോണ്ട് ഉണ്ട്. സോ ഇൻ ബിറ്റ്വീൻ സെക്കൻഡ് ആൻഡ് തേർഡ് യു കൻ ആഡ് എ ഡബിൾ ബോണ്ട് ലൈക്ക് ദിസ്. First carbon, second, then third carbon, then fourth, then fifth, like this. If the numbering is from this end, ഇവിടെ നിന്നാണ് നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് വിചാരിക്കുക. 1 2 3 4 5. സോ ആസ് പെർ നെയിം എവിടെയാണ് നമ്മുടെ പൊസിഷൻ? സെക്കൻഡ് കാർബണിലാണ് ഈ. സോ നമ്മൾ ബിറ്റ്വീൻ സെക്കൻഡ് ആൻഡ് തേർഡ് ആണ്. സോ യു ക്യാൻ ആഡ് ദൻ ഡബിൾ ബോണ്ട് ഹിയർ. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ബോണ്ട് ലൈൻ വരയ്ക്കുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ തിരിച്ചു കൊടുക്കാം. നമ്മൾ ഇഷ്ടമുള്ള സൈഡിൽ നമുക്ക് നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യാം. അതാണ് അവിടുത്തെ പ്രത്യേകത. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് കോമ്പൗണ്ട്. ദെൻ ട്രൈ ദ സെക്കൻഡ് വൺ. ദെൻ വാട്ട് ഇസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദി സെക്കൻഡ് വൺ? അഗെയിൻ ഡബിൾ ബോണ്ട് ആണ്, ആൽക്കീൻ ആണ്. ബട്ട് ദർ ഇസ് 2 ഡബിൾ ബോണ്ട്സ്, ഇസ്ന്റ് ഇറ്റ്? സോ യു ഹാവ് ടു ഗീവ് ഇമ്പോർട്ടൻസ് ടു ബോത്ത് ദ ഡബിൾ ബോണ്ട്സ്. രണ്ടിനും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. സോ നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ലെഫ്റ്റ് എൻഡിൽ നിന്ന് വിചാരിക്കുക. 1 2 3 4 5 and 6. What about the positions? Is on the second carbon double bond ഉണ്ട്, and on the fourth carbon double bond ഉണ്ട്. So 2 double bonds ആണ്. So you have to add di-ene there. Yes, 2 4 di-ene കൊടുത്തു. And if the numbering start from right end, 1 2 3 4 5 6. എവിടെയാണ് പൊസിഷൻസ്, ഡബിൾ ബോണ്ട്സിൻ്റെ പൊസിഷൻസ്? again on the second and fourth carbon, again 2 4 di-ene. So both are correct, രണ്ട് ശരിയാണ്. ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിലും നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഹൗ ദ നെയിമിങ്? ഏതാണ് ഇവിടുത്തെ ലോങ്ങസ്റ്റ് ചെയിൻ? അഗെയിൻ 6 കാർബൺ ആണ്. നേരത്തെ നമ്മൾ 5 കാർബൺ മെമ്പറാണ് ചെയ്തത്, ഇപ്പോൾ 6 കാർബൺ ആണ്. സോ യു ഹാവ് ടു ആഡ് ദ ഹെക്സ് ദെയർ. ഹെക്സ് കൊടുത്തു. ഇനി എന്ത് ചെയ്യണം? യെസ്, നമ്മുടെ പൊസിഷൻസ് ഉണ്ട്. ഈനാണോ ഈനാണോ അയിനാണോ? യെസ്, ഈനാണ്. നമ്മൾ പൊസിഷൻസ് കൊടുത്തു. 2 and 4 di-ene. ഇനി ഇവിടെ ഒരു സ്പെഷ്യാലിറ്റിയും കൂടെ ഉണ്ട്. മൾട്ടിപ്പിൾ ഡബിൾ ബോണ്ട്സ് വരുന്ന സമയത്ത്, if there is multiple double bonds,
multiple double bonds or triple bonds. Multiple bonds വരുന്ന സമയത്ത് you have to add the name along with the name word root. You have to add the A also. So here you have to add A, hexa. So the name should be like this: buta if it is 4 carbon member, penta if it is 5 carbon member, hexa if it is 6 carbon member. So you have to add the name hexa. ഇനി ഇവിടെ രണ്ട് നമ്പേഴ്സാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം നമ്പേഴ്സിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് കൊടുക്കണം? കോമ കൊടുക്കണം. Then in between the names numbers വന്നു കഴിഞ്ഞാൽ you have to put the hyphen there in between the number and name. So the exact name is hexa-2,4-diene. Okay. So ഓർത്തിരിക്കേണ്ട കാര്യം, if there is multiple bonds, നമുക്ക് തന്നിരിക്കുന്നതിനകത്ത് multiple bonds ഉണ്ടെങ്കിൽ you have to add buta, penta, hexa, etc. instead of word root. അപ്പോൾ word root നമ്മൾ വെറുതെ hexa, penta എന്ന് കൊടുക്കരുത്, hexa എന്ന് കൊടുക്കണം. ആ ഒരു കാര്യം നമ്മളോട് ശ്രദ്ധിക്കണം. സോ ഹൗ വിൽ യു ഡ്രോ ദ ബോണ്ട് ലൈൻ റെപ്രസെൻറ്റേഷൻ? 6 കാർബൺസ് ആണ്. നമ്മൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും? യെസ്, യു ക്യാൻ സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഫസ്റ്റ് പോയിന്റ് നമ്മൾ കൊടുത്തു. ദെൻ യു ക്യാൻ ഡ്രോ ദ പോയിന്റ്സ് ലൈക്ക് ദിസ്. ഫസ്റ്റ് പോയിന്റ്, സെക്കൻഡ്, ദെൻ യു ക്യാൻ ആഡ് തേർഡ് പൊസിഷൻ, then to fourth position, then fifth position, then to sixth. So നമുക്ക് എല്ലാ പൊസിഷൻ കൊടുക്കാം. as 1, 2, 3, 4, 5, 6. 6 carbons number ചെയ്തു. Where are the positions of the double bonds? Yes, it is on the second carbon and fourth carbon, in between second and third, and in between fourth and fifth. ഫോർത്തിനും ഫിഫ്ത്തിനും ഇടയിൽ. അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ബോണ്ട് ലൈൻ റെപ്രസെൻറ്റേഷൻ കൊടുക്കുന്നത്. ഇനി നമ്മൾ ആൽക്കൈൻസിലേക്കാണ് പോകുന്നത്. ആൽക്കൈനാണ് കൊടുത്തിരിക്കുന്നത്. സോ ഒരു ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ട്രിപ്പിൾ ബോണ്ട്സിൻ്റെ അറൗണ്ട് 2 ഗ്രൂപ്പ്സും ഒരുപോലെയാണ് വന്നിരിക്കുന്നത്. സോ ദിസ് ഈസ് എ സിമെട്രിക്കൽ ആൽക്കൈൻ. നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇഫ് ദ നമ്പറിങ് ഇസ് ഫ്രം ദിസ് ആൻഡ് 1, 2, 3, 4. 4 വരുമ്പോൾ നമുക്കറിയാം എന്താ കൊടുക്കേണ്ടത്. ദാറ്റ് ഈസ് ബ്യൂട്ടാണ്. ഇനി പൊസിഷൻ പറയണം. 2 ആണ്. In between 2 and 3 ആണ്. So you can take 2 and you have to add ine there because the alkynes end with ine. So butane ആണ്, but2ine ആണ്. That is a name. So how you draw the bond lines? Same way നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്തു. സിഗ്സാഗ് വേയിൽ കൊടുക്കുക. രണ്ടാമത്തെ കാർബൺ, തേർഡ് കാർബൺ, then fourth carbon. Then where is the triple bond? In between second and third. So you have to number this as 1, 2, 3, 4. Then where is the position of the triple bond? In between 2 and 3. So you can add the triple bond there. You can put one line above this line and one line below this line. So now there is a triple bond. So this is the way. And if there is a methyl group present, and if there is a methyl group അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാലോ, you can try another compound like this: CH3, C, CH3, CH, CH3, C, triple bond C, CH3. How will you write the name? How will you number this? You have to give more importance to the triple bond. Triple bondന് വേണം more importance കൊടുക്കാനായിട്ട്. So numbering എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? If the numbering is start from this side, 1, 2, 3, 4, 5. On the fourth carbon, the alkyl group, and on the second carbon, the triple bond. If the numbering is from this end, 1, 2, 3, 4, 5. On the third carbon, the triple bond. So this is wrong way. So you have to select this numbering. So what is the name? എങ്ങനെ വരും? നെയിം എങ്ങനെ വരും? യെസ്, നമ്മൾ 5 കാർബൺ ആയിട്ടാണ് വരുന്നത്. സോ ദാറ്റ് ഇസ് പെൻറ്റ്. What is the position of the triple bond? That is on second carbon. So you add 2 ine there. And before this, you have to prefix the methyl group. So here this is the substituent, the methyl group that is on the fourth carbon. So you can add the 4 there. So that is 4 methyl before the word root.
So what is the exact name? That is 4-methyl pen-2-ine. How will you draw the bond line for this? You can start from here. First carbon, second carbon, third carbon, fourth and fifth, isn't it? Then what is the position of the, and after that you can number this as 1, 2, 3, 4, 5. And where is the position of the triple bond? It is between 2 and 3. So put the triple bond in between 2 and 3 like this. And on the fourth carbon there is a methyl group. How will you draw the methyl group? Yes, methyl group in N carbon aanu varuna. You just draw a line there. It is methyl group. So this is methyl group. Bond line പ്രത്യേകത നമുക്ക് അവിടെ കാർബണും ഹൈഡ്രജനും ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല. അതർ ദാൻ കാർബൺ വേറെ ഏതെങ്കിലും ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ, ഹൈഡ്രജനും അല്ലാതെ വേറെ ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ അത് നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്യുകയും ചെയ്യണം. ഓക്കെ, ദിസ് ഇസ് ദ മെത്തേഡ്. നൗ ദ ആൽക്കഹോൾസ്. ആൽക്കഹോൾസിൻ്റെ ഫംഗ്ഷൻ ഗ്രൂപ്പ് നമുക്കറിയാം. OH ആണ് ഇവിടുത്തെ ഫംഗ്ഷൻ ഗ്രൂപ്പ്. ഈ കോമ്പൗണ്ട് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഹിയർ ദർ ഇസ് എൻ OH ഗ്രൂപ്പ്. സോ ദാറ്റ് ഇസ് ദ ഫംഗ്ഷൻ ഗ്രൂപ്പ് ഫോർ ആൽക്കഹോൾസ്. ആൻഡ് എനി അതർ സ്പെഷ്യൽ ഗ്രൂപ്പ്സ്? OH ഇവിടെയുള്ള സ്പെഷ്യൽ ഗ്രൂപ്പാണ്. OH അല്ലാതെ നമുക്കിവിടെ മീഥൈൽ ഗ്രൂപ്പും കൂടെ ഉണ്ട്, ചെയിനിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ചെയിൻസ് ഫസ്റ്റ് നമ്മൾ ലോങ്ങസ്റ്റ് ചെയിൻ സെലക്ട് ചെയ്യണം. ലോങ്ങസ്റ്റ് ചെയിൻ സെലക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം എവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. OH അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഏതാണോ അവിടെ നിന്ന് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ലെഫ്റ്റിൽ നിന്ന് നമുക്ക് ആലോചിക്കുകയേ വേണ്ട. സോ ദിസ് ഹാവ് ടു നമ്പർ ഫ്രം റൈറ്റ് എൻഡ്. ദറ്റ് ഈസ് 1, 2, 3, 4. സോ വിച്ച് ഇസ് ദ വേർഡ് റൂട്ട്? Yes, that is bute. ഇതിൻ്റെ വേർഡ് റൂട്ട് നമുക്ക് വരുമ്പോൾ ബ്യൂട്ടാണ് വരുന്നത്, ബ്യൂട്ട്. ദെൻ സെക്കൻഡ് കാർബണിൽ നമുക്കൊരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. അതർ ദാൻ ദിസ് ആൽക്കഹോളിക് ഗ്രൂപ്പ്. സെക്കൻഡ് ഗ്രൂപ്പിൽ നമുക്കൊരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. ദാറ്റ് ഷുഡ് ബി പ്രിഫിക്സ്ഡ്. അപ്പോൾ നമ്മൾ അത് എവിടെ കൊടുക്കണം? ബിഫോർ ദ വേർഡ് റൂട്ട്. വേർഡ് റൂട്ടിന് മുന്നേ കൊടുക്കണം. സോ ദാറ്റ് ഈസ് 2-methyl ആണ്. സോ ഐ ക്യാൻ റൈറ്റ് ദിസ് ആസ് 2-methyl. And here you have to mention whether this is ane or ene or ine. So you have to add the primary suffix there. നമുക്ക് രണ്ട് തരം സഫിക്സുകളുണ്ട്, primary suffix and secondary suffix. Primary suffix indicate whether the compound is saturated or not, whether the compound is ane, ene or ine. So this compound contain only single bonds. So this is ane. Then there is a secondary suffix also if it include a special function group. ഇവിടെ OH എന്ന് പറയുന്ന സ്പെഷ്യൽ ഫംഗ്ഷൻ ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് അത് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സെക്കൻഡറി സഫിക്സും കൂടെ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യണം. ഈ സെക്കൻഡറി സഫിക്സ് നമ്മൾ ആഡ് ചെയ്യുന്നത് ആഫ്റ്റർ ദ പ്രൈമറി സഫിക്സ് ആണ്. അപ്പം നമ്മളിവിടെ ആഡ് ചെയ്യുന്നത് ഫസ്റ്റ് കാർബണിൽ നമുക്ക് ആൽക്കഹോളിക് ഗ്രൂപ്പാണുള്ളത്. സോ ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് ഈസ് 1 ഓൾ. ആൽക്കഹോൾ എന്നുള്ള ലാസ്റ്റ് 2 letters ഓൾ എന്നുള്ള ലെറ്ററാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. All is the secondary suffix here. So you have to add 1 all along with this. So how will you name this? How will you add this? And remember one more thing is there. If the secondary suffix start with vowel letters, here this O, that is a vowel letter. So if it starts with vowels, you have to drop this last E of the ane. So this should be dropped. E ഡ്രോപ്പ് ചെയ്യണം. സോ ANE എന്നുള്ളതിൽ E നമ്മളവിടെ ഡ്രോപ്പ് ചെയ്യണം. സോ വാട്ട് ഇസ് എ ഫൈനൽ നെയിം? നമ്മളിങ്ങനെ ഫൈനൽ നെയിം കൊടുക്കും. ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്യിപ്പിച്ച് നമുക്ക് നമ്മുടെ ഫൈനൽ നെയിമിലേക്ക് പോവാം. ദാറ്റ് ഈസ് 2-methyl. എല്ലാം കൂടെ ആഡ് ചെയ്യുക. ബ്യൂട്ടുണ്ട്, ANE AN ഉണ്ട്, ബ്യൂട്ടാൻ. 1- all. This is the final answer. ഇതിൻ്റെ ബോണ്ട് ലൈൻ നമുക്ക് വരയ്ക്കാം. എന്താണ്? ബ്യൂട്ടാണ്. സോ വി ക്യാൻ സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഫസ്റ്റ് കാർബൺ, സെക്കൻഡ് കാർബൺ, തേർഡ് വൺ, ദെൻ ഫോർത്ത് വൺ. 4 carbons ആണ്. 6 വേയിൽ നമ്മൾ കൊടുത്തു. ഹൗ വിൽ നമ്പർ ദിസ് ആസ് 1, 2, 3, 4. എവിടെ നിന്ന് വേണമെങ്കിലും നമ്പർ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു 2 സൈഡിൽ നിന്ന് നമുക്ക് നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യാം. സോ സെക്കൻഡ് കാർബണിൽ നമുക്കൊരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. മീഥൈൽ ഗ്രൂപ്പിൽ നമ്മൾ എന്തെങ്കിലും ഒരു ലൈൻ കൊടുത്താൽ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും കൊടുക്കാം. ഹിയർ വി ആർ ആഡിങ് എ മീഥൈൽ ഗ്രൂപ്പ് ദെയർ. ഇനി നമ്മൾ എന്താണ് ആഡ് ചെയ്യേണ്ടത്? ഫസ്റ്റ് കാർബണിൽ നമുക്കൊരു OH ഉണ്ട്.
OH എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഗ്രൂപ്പാണ് അതർ ദാൻ കാർബൺ ആൻഡ് ഹൈഡ്രജൻ. അതുകൊണ്ട് നമ്മൾ ആ OH കൂടെ ഇവിടെ കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് കാർബണോട് കൂടി അറ്റാച്ച് ചെയ്ത് നമ്മളിവിടെ ഒരു OH കൂടെ റെപ്രസെൻറ്റ് ചെയ്യണം. സോ യു ഹാവ് ടു റൈറ്റ് ദിസ് OH there. ദിസ് ഈസ് ദ ബോണ്ട് ലൈൻ റെപ്രസെൻറ്റേഷൻ. ഇത് നേരെ തിരിച്ചും കൊടുക്കാം. തിരിച്ച് നമുക്ക് മറ്റേ സൈഡിലേക്ക് വേണമെങ്കിൽ വരയ്ക്കാം. നേരത്തെ ഞാൻ കാണിച്ചതാണ്. പേര് ഏത് രീതിയിൽ കണ്ടാലും നമുക്കത് ചെയ്യാൻ പറ്റും. ഇതിനടുത്ത് നമ്മൾ ആൽഡിഹൈഡ്സ് ആണെങ്കിൽ എങ്ങനെയാണ് നെയിമിങ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ഇഫ് ഇറ്റ് ഇസ് എൻ ആൽഡിഹൈഡ് ദ നെയിം എൻഡ്സ് വിത്ത് ആൽ. ആൽഡിഹൈഡ് എന്നുള്ളതിൻ്റെ ആലാണ് അവിടുത്തെ സെക്കൻഡറി സഫിക്സ്. അപ്പോൾ നമ്മളെങ്ങനെയാണ് നെയിമിങ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടുത്തെ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഏതാണെന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതാണ് ആൽഡിഹൈഡ് ഗ്രൂപ്പ് CHO ആണ്. ഓർ യു കെൻ റൈറ്റ് ദിസ് ആസ് ആൽഡിഹൈഡ് ഗ്രൂപ്പിനെ നമുക്ക് വേറെ രീതിയിൽ കൊടുക്കാം. ദാറ്റ് ഈസ് ആസ് C ഡബിൾ ബോണ്ടോ H. ഈ രീതിയിൽ കൊടുക്കുക. അത് നമ്മൾ കമ്പൈൻഡ് ഫോമിലാണ് CHO എന്ന് എഴുതുന്നത്. സോ ദിസ് കാർബൺ ഇറ്റ് സെൽഫ് കണ്ടെയ്ൻ, ദിസ് CHO ഗ്രൂപ്പ് ഇറ്റ് സെൽഫ് കണ്ടെയ്ൻ 1 കാർബൺ. ഇതിനകത്തൊരു കാർബൺ ഉണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യണം? ഫ്രം ദാറ്റ് എൻഡ്. ബാക്കി ഏതെങ്കിലും ഗ്രൂപ്പ്സ് സ്പെഷ്യലായിട്ടുണ്ടോ എന്ന് നോക്കുക. പിന്നെ ഇവിടെ ഒരു ബ്രോമിൻ ഉണ്ട്. ബ്രോമിൻ എപ്പോഴും നമ്മൾ ഹാലജൻസ് എപ്പോഴും നമ്മൾ പ്രിഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് ലാസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ എവിടെ ഫസ്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്? അവിടുത്തെ മെയിൻ ഫംഗ്ഷൻ ഗ്രൂപ്പ് ഏതാണോ അതിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് CHO ഓർ ആൽഡിഹൈഡ് ഗ്രൂപ്പ്. സോ നമ്പറിങ് ഷുഡ് സ്റ്റാർട്ട് ഫ്രം ദിസ് സൈഡ്. ഇവിടെ നമ്മൾ നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യുക. 1 2 3 4. ഓക്കെ, നമ്പറിങ് കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? 4 കാർബൺ ആറ്റമാണ്. തേർഡ് കാർബണിൽ നമുക്കൊരു ബ്രോമിനുണ്ട്. ഇതെല്ലാം നമ്മൾ ഓർമ്മിക്കണം. എല്ലാ കാര്യവും നമ്മൾ ശ്രദ്ധിക്കണം. സോ നമ്മൾ എന്ത് ചെയ്യുക? 4 കാർബൺ വന്നു. നമ്മൾ എന്ത് കൊടുക്കണം? ബ്യൂട്ട് കൊടുത്തു. ആൽഡിഹൈഡ് ആണോ? ആൽഡിഹൈഡ് ആണ്. പക്ഷെ അതിന് മുന്നേ നമ്മൾ എന്ത് കൊടുക്കണം? പ്രൈമറി സഫിക്സ് കൊടുക്കണം. എന്താണ് പ്രൈമറി സഫിക്സ്? എയിനാണോ ഈനാണോ അയിനാണോ എന്നുള്ളത് കൊടുക്കണം. ദെൻ ഇറ്റ് ഈസ് എയിനാണ്. ദെൻ അതോടൊപ്പം എന്ത് കൊടുക്കുക? ആൽഡിഹൈഡിൻ്റെ പൊസിഷൻ കൊടുക്കുക. ദാറ്റ് ഇസ് 1 ആലാണ്. ഫസ്റ്റ് കാർബണാണ് ആൽഡിഹൈഡ്, 1 ആലാണ്. അതിന് മുന്നേ നമ്മൾ എന്ത് കൊടുക്കണം? 3 ബ്രോമോ കൊടുക്കണം. പ്രിഫിക്സ് ചെയ്യണം. ദാറ്റ് ഈസ് 3 ബ്രോമോ. അത് നമ്മൾ ആഡ് ചെയ്തു. ഇനി നമ്മൾ എന്താ ഓർത്തിരിക്കേണ്ടത്? നേരത്തെ പറഞ്ഞ കാര്യം ഓർക്കണം. ലാസ്റ്റ് എ സ്റ്റാർട്ട് വിത്ത് വവൽ ലെറ്റർ ആണ്. നേരത്തെ പറഞ്ഞ സെയിം കേസ് വവൽ ലെറ്റർ ആണ്. സോ ദ ലാസ്റ്റ് ഇ ഷുഡ് ബി ഡ്രോപ്ഡ്. ദിസ് ഇ ഷുഡ് ബി ഡ്രോപ്ഡ്. അതിനെ ഡ്രോപ്പ് ചെയ്യണം. അപ്പോൾ ഇനി ബാക്കിയെല്ലാം കൂടെ ചേർത്ത് എഴുതാം. എന്ത് വരും? 3 ബ്രോമോ ബ്യൂട്ട്. അതിൻ്റെ കൂടെ എൻ ചേർക്കുക. ബ്യൂട്ടാൻ 1 ആൽ എന്നാവും നെയിം. ഓർ യു ക്യാൻ കമ്പൈൻ ദിസ് ആസ് ബ്യൂട്ടനാൽ. 1 ആൽ വരുന്ന സമയത്ത് നമ്മൾ എപ്പോഴും അതിൻ്റെ പേര് കൊടുക്കും. ബ്യൂട്ടനാൽ എന്ന് വേണമെങ്കിൽ നമുക്കത് ചേർത്ത് എഴുതാം. ഓർ ബ്യൂട്ടനാൽ. 3 ബ്രോമോ ബ്യൂട്ടനാൽ. കംപ്ലീറ്റ് ആയിട്ട് എഴുതാം. 3 ബ്രോമോ ബ്യൂട്ടനാൽ. ബ്യൂട്ടാൻ 1 ആൽ എന്നുള്ളത് എന്ത് മാറ്റി എഴുതാം? ബ്യൂട്ടനാൽ എന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും. ഹൗ ഡ്രോ ദ ബോണ്ട് ലൈൻ? എല്ലാത്തിനും ബോണ്ട് ലൈൻസ് കൊണ്ട് നമുക്ക് വരച്ച് പോവാം. അങ്ങനെയാണ് നമ്മൾ കുറച്ചും കൂടെ തറവാവും എങ്ങനെയാണ് ബോണ്ട് ലൈൻസ് വരയ്ക്കുന്നത് എന്നുള്ളത്. ഈ എക്സാമ്പിൾസ് നമുക്ക് ചെയ്യാമല്ലോ. സോ 1 2 3 4. 4 കാർബണേ ഉള്ളൂ നമുക്ക് അതിനകത്ത് നമ്പർ ചെയ്യുക. ആസ് 1 2 3 2 3 4. ഇത് നമ്മൾ റൈറ്റ് എൻഡിൽ നിന്നാണ് നെയിം ചെയ്തത്. അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് റൈറ്റ് എൻഡിൽ നിന്ന് വേണമെങ്കിൽ നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. റൈറ്റ് എൻഡിൽ നിന്ന് നമ്പറിങ് സ്റ്റാർട്ട് ചെയ്തു. ആസ് 1 2 3 4. ഇപ്പോഴും നമ്പറിങ് കൊടുത്തതിന് ശേഷം നമ്മൾ സബ്സ്റ്റിറ്റ്യൂവൻസ് ആഡ് ചെയ്യാവുള്ളൂ. ഇവിടെ തേർഡ് കാർബണിൽ നമുക്ക് ബ്രോമിനുണ്ട്. നമുക്ക് ബ്രോമിനായിട്ട് തന്നെ നമ്മൾ അവിടെ കൊടുക്കണം. സോ യു ഹാവ് ടു റൈറ്റ് ദിസ് ആസ് ബ്രോമിൻ. ക്ലോറിൻ ആണെങ്കിൽ ക്ലോറിൻ കൊടുക്കുക. അയഡിൻ ആണെങ്കിൽ അയഡിൻ കൊടുക്കുക. സോ CH3 ആണെങ്കിൽ മാത്രം ഒന്നും റെപ്രസെൻറ്റ് ചെയ്യേണ്ട. ജസ്റ്റ് ഒരു ലൈൻ മാത്രം വരച്ചാൽ മതിയാവും. ദെൻ ഫസ്റ്റ് കാർബണിലാണ് നമുക്ക് CHO ഗ്രൂപ്പ് ഉള്ളത്. അത് നമ്മൾ മെൻഷൻ ചെയ്യണം. CHO ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഇവിടെ കാണിച്ചായിരുന്നു. CHO ഗ്രൂപ്പ് നമ്മളെങ്ങനെ എഴുതുന്നത്? C ഡബിൾ ബോണ്ടോ H ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മളത് വരയ്ക്കുന്ന സമയത്ത് കാർബൺ കാണിക്കേണ്ട ആവശ്യമില്ല. നമുക്കിവിടെ ഒരു ഡബിൾ ബോണ്ട് O കൊടുക്കുക. ദെൻ ഒരു Hഉം കൂടെ കൊടുക്കുക. കൂടെ H. ഇങ്ങനെ വേണമെങ്കിലും കാണിക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ബോർഡർ ലൈൻ റെപ്രസെൻറ്റേഷൻ. നമ്മളൊരു ആൽഡിഹൈഡ് കൂടെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇതിനകത്ത് നമ്മൾ ഫംഗ്ഷൻ ഗ്രൂപ്പ്സ് ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. സ്പെഷ്യൽ ഗ്രൂപ്പ്സ് എവിടേക്കാണ് വരുന്നത്? ഒന്ന് ഇതാണ് ആൽഡിഹൈഡ് ഗ്രൂപ്പാണ്. രണ്ടാമത്തെ നമുക്കൊരു ഡബിൾ ബോണ്ടും ഉണ്ട്. പിന്നെ മൂന്നാമത് നമുക്ക് എന്തുണ്ട്? ഒരു
ഫങ്ഷണൽ ഒരു ആൽക്കൈൽ ഗ്രൂപ്പും കൂടെ ഉണ്ട്. 3 കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഒരു കോമ്പൗണ്ട് കാണുമ്പോൾ മെയിനായിട്ടുള്ള ഫങ്ഷൻ ഗ്രൂപ്പ് ഉണ്ടോ എന്ന് നോക്കുക, ഏതെങ്കിലും സബ്സ്റ്റിറ്റ്യൂവൻസ് ഉണ്ടോ എന്ന് നോക്കുക, ഡബിൾ ബോൺസ് ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ കുറച്ചും കൂടെ വേഗത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. എവിടെ നിന്ന് നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യണം പറഞ്ഞേ? എവിടെ നിന്നാണ് നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? Yes, that is from right hand, because here there is a carbon. So you can add the number here as 1, 2, 3, 4, 5. Double bonds in importance കൊടുക്കേണ്ട ആവശ്യമില്ല. ഏതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? ആൽഡിഹൈഡ് ഗ്രൂപ്പിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. സോ നെയിം എങ്ങനെ വരും? യെസ്, ദിസ് ഈസ് പെൻറ്റ് ആണ്. യു ആഡ് ദ പെൻ ദർ. ഇനി നമ്മൾ കൊടുക്കേണ്ടത് എന്താണ്? പ്രൈമറി സഫിക്സ് ആണ് കൊടുക്കേണ്ടത്. എന്താണ് പ്രൈമറി സഫിക്സ്? എയിനാണോ, ഈനാണോ, ഐനാണോ? അതാണ് പ്രൈമറി സഫിക്സ്. ദാറ്റ് ഈസ് നമ്മളിവിടെ എന്താണ് കൊടുക്കേണ്ടത്? തേർഡ് കാർബണിൽ നമുക്കൊരു ഡബിൾ ബോണ്ട് ഉണ്ട്. സോ ദിസ് ഈസ് 3 ഈനാണ്. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആൽഡിഹൈഡ് ഗ്രൂപ്പിൻ്റെ പൊസിഷൻ നമുക്ക് പറയാം. എന്താണ് ആൽഡിഹൈഡ് ഗ്രൂപ്പിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ? ആൽഡിഹൈഡ് ഗ്രൂപ്പിൻ്റെ പൊസിഷൻ 1 ആലാണ്. ആൽഡിഹൈഡ് ഗ്രൂപ്പിൻ്റെ പൊസിഷൻ 1 ആൽ. ഇനി നമുക്ക് എന്തുണ്ട്? ഒരു മീതാൽ ഗ്രൂപ്പ് ഉണ്ട്. ദാറ്റ് ഈസ് ബിഫോർ ദ വേർഡ് റൂട്ട്. സോ യു ക്യാൻ ആഡ് 2 മീതാൽ ഹിയർ. സെക്കൻഡ് കാർബണി മീതാൽ ഗ്രൂപ്പാണ്. സോ യു ക്യാൻ ആഡ് 2 മീതാൽ ഹിയർ. റിമെമ്പർ ദ റൂൾസ്. ആലോചിക്കുന്നത് എന്താണ്? ഇറ്റ് സ്റ്റാർട്ട് വിത്ത് എ വവൽ ലെറ്റർ. So you have to drop the E of the secondary suffix. E drop here. So what is the final name? So you can write the final name as, ellam kuda combine cheya. The final name as 2 methyl pent, pentanilla, pent, then position indicate cheya. 3 ഈൻ്റെ ലാസ്റ്റ് ഇല്ല, ഈ ഡ്രോപ്പ് ചെയ്തു, ഹൈഫൻ ആൽ, or you can add pent 1 al, 1 al. Okay, remember this portion. See this case, en only, not ene. So this is 2 methyl pent 3n 1 al. Okay, this is the correct answer. And how will you draw the bond line representation? You can start like this. നമുക്ക് ബോണ്ട് ലൈൻ റെപ്രസെൻറ്റേഷനും കൂടെ കൊടുക്കുക. ഈ കൂട്ടത്തിൽ എത്ര കാർബൺസ്? യെസ്, 1, 2, 3, 4, 5. Isn't it? So you can start the numbering from right end. നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യാം. 1, 2, 3, 4, 5. Then what is the case? In between 3 and 4, there is a double bond. And at the second carbon, there is a methyl group. And at the first carbon, there is a double bonded aldehyde group, C double bond OH. Okay, so this is the bond line representation. So how you write the naming of ketones? കീറ്റോൺസിൻ്റെ നെയിമിങ്ങിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. കീറ്റോൺസിൻ്റെ സ്പെഷ്യൽ ഗ്രൂപ്പ് ഏതാണ്? CO ഗ്രൂപ്പാണ്. ഓർ യു ക്യാൻ റൈറ്റ് ദിസ് ആസ് C ഡബിൾ ബോണ്ടഡ് O. കാർബണിൽ ഗ്രൂപ്പാണ്. C ഡബിൾ ബോണ്ടഡ് O ആണ്. കീറ്റോണിക് ഗ്രൂപ്പാണ്. വാട്ട് ഇസ് എ സെക്കൻഡറി സഫിക്സ്? നെയിം എൻഡ്സ് വിത്ത് ഓൺ. സോ ദിസ് ഈസ് ദ സെക്കൻഡറി സഫിക്സ്. കീറ്റോൺസിൻ്റെ നെയിം അവസാനിക്കുന്നത് എങ്ങനെയാണ്? ഓൺ എന്നുള്ള സഫിക്സ് വെച്ചിട്ടാണ് അവസാനിക്കുന്നത്. So how will you name this? നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് ഏതിന് കൊടുക്കണം? കീറ്റോണിക് ഗ്രൂപ്പിന് കൊടുക്കണം. സോ നമ്പറിങ് സ്റ്റാർട്ട് ഫ്രം ദിസ് എൻഡ്. ദാറ്റ് ഈസ് 1, 2, 3, 4. റൈറ്റ് സൈഡിൽ നിന്നാണ് നമ്മൾ നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കീറ്റോണിക് ഗ്രൂപ്പ് ഓൺ ദ സെക്കൻഡ് കാർബൺ ആണ്. സോ 4 കാർബൺസ് ആണുള്ളത്. സോ എഗെയിൻ ബ്യൂട്ടാണ്. ആൻഡ് ഓൺലി സിംഗിൾ ബോൺസ് അതെ. ഡബിൾ ബോണ്ട്, C ഡബിൾ ബോണ്ട് ഓയിലെ ഗ്രൂപ്പിംഗ് നമ്മൾ പരിഗണിക്കേണ്ട. കാർബൺ ബോൺസ് എല്ലാം സിംഗിൾ ബോൺസ് ആണ്. സോ ബ്യൂട്ട് പ്ലസ് എയിനാണ്. Then where is the position of the ketonic group? That is on the second carbon, so that is 2 on. Again remember the rule, to start with vowel letter. Again this last E should be dropped. Remember this and combine all. എല്ലാം കൂടെ കമ്പൈൻ ചെയ്യാം. What is the final name? Yes, that is but. an ചേർക്കാം, butane. Position 2 on. So this is butane 2 on.
അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഒരുപോലെയാണ് വരുന്നത്, പക്ഷെ നമ്മൾ ഈ കാര്യം ശ്രദ്ധിക്കണം, എങ്കിലേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. സോ ഹൗ യു ഡ്രോ ദ പോളാർ റെപ്രസെൻറ്റേഷൻ? സ്റ്റാർട്ട് ഫ്രം ഹിയർ. 1 2 3 4. നമ്പർ ദിസ് 1 2 3 4. നമ്മുടെ കോമ്പൗണ്ടിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് നമ്പറിങ് കൊടുത്തിരിക്കുന്നത്. ദാറ്റ്സ് നോ പ്രോബ്ലം. സെക്കൻഡ് കാർബണിലാണ് നമുക്ക് ഡബിൾ ബോണ്ട് ഉള്ളത്. കാർബണെ നമ്മൾ കാണിക്കേണ്ട കാര്യമില്ല. സോ ജസ്റ്റ് ഡ്രോ ദ ഡബിൾ ബോണ്ട് there. See double bond. Okay. So this is butane 2 on. നമ്മുടെ IUPAC നെയിമിങ്ങിന് ഒരു ഫോമാറ്റ് ഉണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. മിഡിൽ പൊസിഷനിൽ നമുക്ക് ഏറ്റവും സെൻട്രലായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കോർ പാർട്ട് എന്ന് പറയാം. ദറ്റ് ഈസ് എ വേർഡ് റൂട്ട്. ഏറ്റവും മിഡിലായിട്ട് വേർഡ് റൂട്ട് ഇൻഡിക്കേറ്റ് ദ നമ്പർ ഓഫ് കാർബൺസ്. That is, if it is 1 carbon member, there is meth. If it is 2 carbon member, that is eth. If it is 3 carbon member, that is prop, but, like that. So that is a word root. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. That indicate the number of carbons. Then word rootന് ശേഷം നമ്മൾ കൊടുക്കുന്ന suffixes ആണ്. And there is primary suffix and secondary suffix. First, the primary suffix that indicate whether the compound is saturated or not. And you have to indicate in or ein. ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് ഉറപ്പായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യണം. എയിനാണോ ഈനാണോ അയിനാണോ. സോ ഇഫ് ദ കോമ്പൗണ്ട് കണ്ടെയ്ൻ ഓൺലി സിംഗിൾ ബോൺസ്, യു ഹാവ് ടു ആഡ് ദ എയിൻ. ഇഫ് ഇറ്റ് കണ്ടെയ്ൻ ഡബിൾ ബോണ്ട്, യു ഹാവ് ടു ആഡ് ഈൻ. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ട്രിപ്പിൾ ബോണ്ടഡ് കോമ്പൗണ്ട്, യു ഹാവ് ടു ആഡ് അയിൻ ദർ. ഓക്കെ. ദെൻ സെക്കൻഡറി സഫിക്സ് നമ്മൾ അതിനുശേഷം ആഡ് ചെയ്യുന്ന മെയിൻ ഫംഗ്ഷണൽ ഗ്രൂപ്പ്സ് ആണ്. മെയിനായിട്ടുള്ള ഫംഗ്ഷൻ ഗ്രൂപ്പ്സ് OH ആണെങ്കിൽ ഓൾ എന്ന് കൊടുക്കും, ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആണെങ്കിൽ ആൽ എന്ന് കൊടുക്കും, കാർബോക്സിലിക് ഗ്രൂപ്പ് ആണെങ്കിൽ OIC ആസിഡ്, ലൈക്ക് ദാറ്റ്. ഇനി പ്രൈമറി പ്രിഫിക്സ് വേർഡ് റൂട്ടിന് മുൻപ് കൊടുക്കുന്നത് നമ്മൾ പ്രിഫിക്സസ് എന്ന് പറയും. അതിനകത്ത് രണ്ടെണ്ണം ഉണ്ട്, പ്രൈമറി പ്രിഫിക്സ് ആൻഡ് സെക്കൻഡറി പ്രിഫിക്സ്. പ്രൈമറി പ്രിഫിക്സ് ഇൻഡിക്കേറ്റ് വെദർ ദ കോമ്പൗണ്ട് ഈസ് സൈക്ലിക് ഓർ നോട്ട്. നമ്മൾ എക്സാമ്പിൾസ് കണ്ടതാണ്, സൈക്ലോപെൻറ്റെയിൻ, സൈക്ലോബ്യൂട്ടൈൻ ഒക്കെ പോലെയുള്ളത്. അപ്പോൾ നമ്മൾ വേർഡ് റൂട്ടിന് മുൻപ് എന്തുകൊണ്ട് കൊടുക്കണം? സൈക്ലോ എന്നുള്ള ടേമും കൂടെ ആഡ് ചെയ്യണം. സൈക്ലിക് അല്ലെങ്കിൽ നോ നീഡ് ടു ആഡ് എനിത്തിങ്. ഇനി അതിൻ്റെയും പുറകിലാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്? സെക്കൻഡറി പ്രിഫിക്സ് കൊടുക്കേണ്ടത്. സോ വേർഡ് റൂട്ടിന് മുൻപാണ് പ്രിഫിക്സസ് നമ്മൾ കൊടുക്കുക. സോ ദാറ്റ് ഷുഡ് ബി പ്രീഫിക്സ്ഡ് ബിഫോർ ദ വേർഡ് റൂട്ട്. ഇനി അവിടെ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? സെക്കൻഡറി പ്രിഫിക്സ് എന്ന് പറയുന്നത് ദാറ്റ് ഇൻഡിക്കേറ്റ് ദ സബ്സ്റ്റിറ്റ്യൂവൻസ് വിത്ത് ഇറ്റ്സ് പൊസിഷൻസ്. 2-methyl, 3-ethyl, 4-chloro, അങ്ങനെയുള്ള ടേംസ് ഒക്കെയാണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്. സോ ദിസ് ഈസ് ദ ഫോമാറ്റ് ഫോർ ദ IUPAC നെയിമിങ്. ഇതൊന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ ക്ലിയർ ആവും. ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ ഈ ഓർഡറിലാണ് ആഡ് ചെയ്യേണ്ടത്. സെക്കൻഡറി പ്രിഫിക്സ്, ദെൻ പ്രൈമറി പ്രിഫിക്സ്, ദെൻ വേർഡ് റൂട്ട്, അതിനുശേഷം പ്രൈമറി സഫിക്സ്, ദെൻ സെക്കൻഡറി സഫിക്സ്. ഈ രീതിയിൽ ചെയ്താൽ നമുക്ക് എല്ലാ കോമ്പൗണ്ട്സും നമുക്ക് കറക്റ്റായിട്ട് നെയിം ചെയ്യാൻ പറ്റും. Now the carboxylic acids. See which is the functional group? That is COH, isn't it? COOH. Or this can be written as C double bond OH. That is the actual structure of the carboxylic group. And what is the suffix here? That is oic acid. This is the secondary suffix. ഓയിക് ആസിഡ് എന്നാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് സെക്കൻഡറി സഫിക്സ് ആയിട്ട്. എഗെയിൻ നമുക്ക് ഈ COHനകത്ത് തന്നെ ഒരു കാർബൺ ഉണ്ട്, ആൽഡിഹൈഡ് ഗ്രൂപ്പ് പോലെ തന്നെ. കീറ്റോണിക് ഗ്രൂപ്പിനകത്തും ഇതുപോലെ തന്നെയാണ് വരുന്നത്. സോ നമ്പറിംഗ് ഷുഡ് ബി സ്റ്റാർട്ട് ഫ്രം ദിസ് എൻഡ് ഓൺലി. സോ വിച്ച് ഇസ് ദ മെയിൻ ഫംഗ്ഷൻ ഗ്രൂപ്പ്? ദാറ്റ് ഇസ് COH. സോ നമ്പറിംഗ് ഷുഡ് ബി ലൈക്ക് ദിസ് 1 2 3 4. അഗെയിൻ ബ്യൂട്ട് ആണ്. സോ യു ക്യാൻ ആഡ് ബ്യൂട്ട് ഹിയർ. Then only single bonds are there, so you can add ane there, but plus ane. And then what about the position? That is 1 oic acid. 1 oic acid. Any special group? Is on the second carbon there is 1 bromine, and you can add 2 bromo before the word root. 2 bromo add ചെയ്തു. ഇനി നമ്മൾ എന്താ ഓർക്കണം? Yes, you have to consider the secondary suffix that start with O, again vowel letter, so you have to drop this E there. You have to drop this. Then how you give the name is you can write this completely as 2 bromo, as 2 bromo, but N should be added there, butan, 1 oic acid. Or you can write this part as butanoic acid if it is 1.
അതായത് 1 oic ആസിഡ് ആണെങ്കിൽ നമുക്ക് എന്ത് ആഡ് ചെയ്യാം? ബ്യൂട്ടനോയിക് ആസിഡ് എന്ന് കൊടുക്കാം. ബ്യൂട്ടനോയിക് ആസിഡ്, 2-bromobutanoic acid. രണ്ട് രീതിയിൽ വേണം കൊടുക്കാം. This is correct, this also correct. Butanoic acid. And how will you draw the bond line representation? Bond line representation നമ്മൾ നല്ല തറവായിക്കോളൂ. എല്ലാ കോമ്പൗണ്ട്സും ചെയ്തു നോക്കുക. Okay, start from here. First carbon, second, third, fourth here. You can start the numbering from this end. 1, 2, 3, 4. So how will you add the substituent? That is on the second carbon. So you can add bromine there. Here you can add a bromine. And what about the first carbon? That is COH carbon. So you can give the compound like this. That is നമ്മൾ കീറ്റോണിൽ ചെയ്ത പോലെ തന്നെ C double bond കൊടുക്കുക. Then one more group is there. That is OH. So this is the grouping. ഇവിടെ ശ്രദ്ധിക്കുക. This is C double bond OH ആണ്. അതിനകത്ത് C double bonded O നമ്മളിവിടെ കൊടുത്തു. This is C double bonded O. അതിൻ്റെ കൂടെ നമ്മളൊരു OH കൂടെ ആഡ് ചെയ്യുക. So this group totally forms COOH. Okay. This is the bond line representation. Clear ആയിട്ട് മനസ്സിലായല്ലോ. Then now the ethers. എല്ലാ ഫാമിലീസും നമ്മളൊന്ന് പരിചയപ്പെടുത്തുകയാണ്. ഈതേഴ്സിൻ്റെ ഫാമിലിയാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഏതാണ് ഈതറിൻ്റെ ഫങ്ഷൻ ഗ്രൂപ്പ് ഏതാണ്? ദാറ്റ് ഈസ് ഓക്സിജൻ ആണ്. ഓക്സിജൻ ആണ് ഇവിടുത്തെ മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ഓക്സിജൻ ദാറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു 2 കാർബൺസ്. അപ്പുറം ഇപ്പുറം 2 കാർബൺസുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നതാണ് ഈതർ എന്ന് പറയുന്നത്. സോ ഈതറിനെ നെയിമിങ് ചെയ്യുന്ന സമയത്ത് ഇതൊരു സിമെട്രിക്കൽ ഈതറാണ്. ദാറ്റ് മീൻസ് എറൗണ്ട് ദ ഓക്സിജൻ 2 മീഥൈൽ ഗ്രൂപ്പ്സും സിമിലർ ആണ്. അത് 2 ആൽക്കൈൽ ഗ്രൂപ്പ്സും സിമിലർ ആണ്. സോ ദിസ് ഈസ് എ സിമെട്രിക്കൽ ഈതറാണ്. ഇനി ഇതിൻ്റെ നെയിമിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും നോക്കാനില്ല. ഓക്സിജൻ ഷുഡ് ബി കൺസിഡർഡ് അലോങ് വിത്ത് വൺ ഓഫ് ദി ആൽക്കൈൽ ഗ്രൂപ്പ്. ഏതെങ്കിലും ഒരു ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ കൂടെ നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം, ഓക്സിജനെ സ്പ്ലിറ്റ് ചെയ്യാം. സോ ഇതിനകത്ത് നമുക്ക് ഇപ്പോൾ ഉള്ള ഗ്രൂപ്പ് എന്ന് പറയുന്നത് മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഹിയർ 1 മീഥൈൽ ഗ്രൂപ്പ് along with that ഓക്സിജൻ ഉണ്ട്. സോ മീഥൈൽ ഗ്രൂപ്പും ഓക്സിജനും അങ്ങനെയാണ് നമുക്ക് ഇവിടെ വരുന്ന ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. സോ രണ്ടും കൂടി ചേർന്നിട്ട് നമ്മൾ ദിസ് പോർഷൻ ഫോംസ് മീഥൈൽ ഗ്രൂപ്പിൻ്റെ മെത്ത്, ദെൻ ഓക്സിജൻ്റെ ഓക്സി. സോ ദിസ് ഫോംസ് മെത്തോക്സി. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്നിട്ട് എന്താണ് ഫോം ചെയ്യുന്നത്? മെത്തോക്സി എന്നുള്ള ഗ്രൂപ്പാണ് ഇവിടെ ഫോം ചെയ്യുന്നത്. ഇനി ഇവിടെ എത്ര കാർബൺസ് മിച്ചം എത്രയുണ്ട്? 1 കാർബണുള്ള ഒരു ആൽക്കൈൽ ഗ്രൂപ്പാണ് വരുന്നത്. സോ ദിസ് ഈസ് എ 1 കാർബൺ മെമ്പർ. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 1 കാർബൺ മെമ്പറിൻ്റെ ആൽക്കെയിനാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഏതാണ് 1 കാർബൺ മെമ്പറിൻ്റെ ആൽക്കെയിൻ എന്ന് പറയുന്നത്? ദാറ്റ് ഇസ് മീതെയിൻ. സോ രണ്ടും കൂടി ചേർത്ത് നമ്മളിവിടെ എഴുതുന്നു ആസ് methoxy methane without space. Okay. So this is a simplest ether ആണ് വരുന്നത്. Try with the second example in which 3 carbon member of an ether. You can put an oxygen here and you can put 3 carbons around this oxygen like this. 1 carbon here, second carbon and the third carbon. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിൻ്റെ ചുറ്റുമായിട്ട് അറേഞ്ച് ചെയ്യാം. ആൻഡ് ഹൗ യു ക്യാൻ കംപ്ലീറ്റ് ദിസ്? നമുക്ക് തന്നെ ഈതറിൻ്റെ ഒരു നെയിം, ഒരു സ്ട്രക്ചർ നമുക്ക് കൊടുക്കാൻ പറ്റും. ദ ഫസ്റ്റ് കാർബൺ ദാറ്റ് ഫോംസ് ഓൺലി 1 bond, so it can form 3 more bonds. That is an N carbon, so CH3. Here also it is an N carbon, so CH3. This is a middle carbon that forms only 2 bonds, so that is CH2. What about this oxygen? That is the ether group that is satisfied its valencies completely. 2 bonds അവിടെ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈതറിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ 3 കാർബണായിട്ടുള്ള ഈതറാണ്. സോ ഇങ്ങനെ വരുന്ന സമയത്ത് ഇതിൻ്റെ ചുറ്റിനുമുള്ള 2 ഗ്രൂപ്പ്സ് ഡിഫറെൻ്റ് ആണ്. സോ ദിസ് ഈസ് എൻ ഈഥൈൽ ഗ്രൂപ്പ് ആൻഡ് ദിസ് ഈസ് എൻ മീഥൈൽ ഗ്രൂപ്പ്. സോ ഇൻ സച്ച് കേസസ് ദിസ് ഈസ് എൻ അൺസിമെട്രിക്കൽ ഈതർ. In such cases, you have to remember that the oxygen should be considered along with the smallest group. അപ്പോൾ ഇവിടെ നമ്മൾ ഓക്സിജൻ എവിടെ കൺസിഡർ ചെയ്യണം? The oxygen should be considered along with the smallest group. എവിടെയാണ് സ്മോളസ്റ്റ് ഗ്രൂപ്പ് അതിൻ്റെ കൂടെ വേണം നമ്മൾ ഓക്സിജൻ കൺസിഡർ ചെയ്യാൻ. സോ എങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും? ലൈക്ക് ദിസ്.
The splitting is like this. So methyl group and oxygen, and this forms methoxy. And what about the remaining part? You number it like this as 1, 2. So this is ethane. And combine the two as methoxy ethane. Like this the naming. Then try with the 4 carbon member like this. You can arrange the 4 carbons around this oxygen as 2 plus 2 combination, or you can write this as 3 in one side in the one side and 1 in the right side. In രണ്ട് രീതിയിൽ നമുക്ക് arrange ചെയ്യാം. How will you complete this? Left side കൊടുക്കുക CH3. Here also CH3 N carbons ആണ്. Middle carbon ആണ് CH2 കൊടുക്കാം. Here also CH2. Here N carbon, so CH3. Here N carbon CH3. Here middle carbon. Here middle carbon. So these are two ethers. These are examples for metamers, or a special type of isomerism that we will see later. Okay, both have the same number of carbons, hydrogens and oxygens, so isomers ആണ്. നമ്മളത് പിന്നീട് കാണുന്നുണ്ട്. ഇവിടെ കോമ്പൗണ്ട്സിലേക്ക് പോകാം, നെയിമിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് എങ്ങനെ നെയിം ചെയ്യും? Yes, this is symmetric. Both are ethyl groups around this oxygen. Symmetric ആണ്. So we can consider the oxygen along with any one of the group. ഏതിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. So numbering, naming ഇങ്ങനെ ചെയ്യുക. പാർട്ടായിട്ട് ഓക്സിജനെ ഡിവൈഡ് ചെയ്യുക. So ethyl plus oxygen. So this forms ethoxy. Ethyl plus oxygen, that is ethoxy. Eth plus oxy, ethoxy. What about this portion? 1, 2. So this is ethoxy ethane. So how will you name the second one? Remember that the oxygen should be, this is unsymmetric, so oxygen should be considered along with the smallest group. So the division should be like this. So this portion, meth plus oxygen, this forms methoxy. Meth plus oxy, methoxy. What about this part? 1, 2, 3. That is propane. So write in the order. First the methoxy part, meth plus oxygen part first kodukka. Then how the naming? That is, the exact naming is methoxy propane without cap. Okay, so this is the right way of naming ethers. Then cyanides or nitriles. Cyanides in the function group namakariya, and that is functional group cyanide, CN, or this will be C triple bond N. This is the grouping, cyanide grouping. And how will you write the IUPAC naming? The IUPAC name ends with nitrile if the cyanide is the main functional group. So numbering ഇതിനകത്ത് നമ്മൾ ചെയ്യുന്ന സമയത്ത് സയനൈഡിനകത്ത് തന്നെ ഒരു കാർബൺ ഉണ്ട്. സോ നമ്പറിങ് നമ്മൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം ഫ്രം ദിസ് എൻഡ്. No other special groups. So first number here 2, 3, 4. So corresponding word root, that is but. This consists only single bonds, so ane. And the position of the nitrile group, that is on the first carbon, that is 1 nitrile. Isn't it? സയനൈഡിൻ്റെ പേര് നമ്മൾ IUPAC നെയിം കൊടുക്കുമ്പോൾ നൈട്രൈൽ എന്നാണ് പറയുന്നത്. നൈട്രൈറ്റ് അല്ല, നൈട്രൈൽ എന്നാണ് പറയുന്നത്. ആൻഡ് ദർ ഇസ് നോ അതർ സ്പെഷ്യൽ ഗ്രൂപ്പ്സ്. ആൻഡ് റിമെമ്പർ ദാറ്റ് this N, this is not a vowel letter, not vowel. So no need to drop this E there. So you have to keep the E there. So what is the name? You can combine the name as butane nitrile or butane 1 nitrile. അപ്പോൾ 1 ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ 1 ഒഴിവാക്കാം. So you can write this as butane nitrile. Okay, so try another one. You can start from here. 1, 2, 3, 4, 5. What is the name? Yes, this is pent
then ane, pentane, and also nitrile. So that is nitrile, one nitrile ആണ്, so no need to give one there. Pentane, nitrile. What about chlorine? That is on the third carbon, so you can put 3 chloro before the word root. So that is 3 chloro, pentane, nitrile. Okay, now the amines and nitro compounds. Amines and nitro compounds നമുക്ക് ഒന്നിച്ച് നോക്കാം. അമീൻസിൻ്റെ മെയിൻ ഗ്രൂപ്പ് ഏതാണ്? NH2 ആണ്. ഇഫ് ഇറ്റ് ഈസ് പ്രൈമറി അമീൻ NH2 വരുന്നു. ദെൻ നോ അതർ സ്പെഷ്യൽ ഗ്രൂപ്പ്സ്. അപ്പോൾ NH2 എവിടെയാണോ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ആ കാർബണിന് നമ്മൾ മിനിമം നമ്പർ കൊടുക്കണം. സോ യു ഹാവ് ടു സ്റ്റാർട്ട് ദ നമ്പറിങ് ഫ്രം ദിസ് എൻഡ് ഓൺലി. 1 2 3. ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്പർ ചെയ്യരുത്, ഓൺലി ഫ്രം ദ റൈറ്റ് സൈഡ്. സോ 1 2 3. NH2ന് നമ്പർ കൊടുക്കേണ്ട, ബിക്കോസ് ദാറ്റ് സ്റ്റാർട്ട് ഫ്രം N ആണ്. സോ നമ്പറിങ് സ്റ്റാർട്ട് ഫ്രം കാർബൺ ചെയിൻ ഓൺലി. കാർബൺ ചെയിനിൽ നിന്നാണ് നമ്മൾ നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സോ 1 2 3 ആണ്. ഇനി എങ്ങനെയാണ് പേര് കൊടുക്കുക? യെസ്, 3 കാർബൺ വരുമ്പോൾ ദാറ്റ് ഈസ് പ്രൊപ്പെയിൻ ആണ്, പ്രൊപ്പാണ്. ഓൺലി സിംഗിൾ ബോണ്ട്, സോ ദാറ്റ് ഈസ് എയിൻ. ആൻഡ് വാട്ട് അബൌട്ട് ദ പൊസിഷൻ ഓഫ് ദി അമീൻ? ദാറ്റ് ഈസ് ഫസ്റ്റ് കാർബണിലാണ് ഉള്ളത്. സോ ദാറ്റ് ഈസ് 1 അമീൻ. ഫസ്റ്റ് കാർബണിലുള്ള 1 അമീനാണ്. ഇനി ലാസ്റ്റ് ഈ ഡ്രോപ്പ് ചെയ്യുക, because A vowel letter, so E should be dropped. So what is the name? Yes, this is propan 1 amine, or this is propanamine. Simply propanamine. And what about the second compound? Again here also two special groups. One is NH2 and the second one is NO2. NO2 is nitro group. This group is nitro group, nitro, and this group is amine, amino group. And how will you number this? You have to give first preference to amino group, so you can give the numbering like this. 1, you have to number the carbon chain only. 1 2 3 4 5 നമ്പറിങ് കൊടുക്കുക. ഇനി 5 കാർബണാണ് വരുന്നത്. സോ ദിസ് ഈസ് പെൻറ്റ്, ഓൺലി സിംഗിൾ ബോണ്ട്. സോ എയിൻ പ്ലസ് അമീനാണ്. ഏത് പൊസിഷനിലാണ്? സെക്കൻഡ് കാർബണിലാണ് അമീൻ. സോ യു ഹാവ് ടു ഗിവ് 2 അമീൻ. ആൻഡ് നൈട്രോ ഗ്രൂപ്പ് ഏതാണ് മെയിൻ ഫംഗ്ഷൻ ഗ്രൂപ്പ്? അതൊഴികെയുള്ള നൈട്രോ ഗ്രൂപ്പ് നമ്മൾ എപ്പോഴും എന്താണ് ചെയ്യേണ്ടത്? The nitro group should be prefixed as a substituent. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പുറകിലാണ് കൊടുക്കേണ്ടത്. സോ ആസ് പൊസിഷൻ പറയാം 4 nitro. ഓക്കെ, സോ വാട്ട് ഇസ് ദ ഫൈനൽ നെയിം? ദാറ്റ് ഈസ് കംപ്ലീറ്റ് ചെയ്യുക. 4 nitro pent. Here this start from A, vowel letter ആണ്. So E should be dropped. So how will you write this name? Pentan. Position paraya 2 amine. So that is 4 nitro pentan 2 amine. So how will you draw the bond line representations? ആദ്യത്തെ കോമ്പൗണ്ടിൻ്റെ ബോണ്ട് ലൈൻ റെപ്രസെൻറ്റേഷൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് കോമ്പൗണ്ടിൻ്റെ ബോണ്ട് ലൈൻ റെപ്രസെൻറ്റേഷൻ നോക്കുക. How will you draw the bond line representation? Starting from here, 3 കാർബൺസ് ആണുള്ളത്. സോ ഫസ്റ്റ് കാർബൺ, സെക്കൻഡ് കാർബൺ, തേർഡ് കാർബൺ നമ്മൾ കൊടുത്തു. നമ്പർ ചെയ്യാം ആസ് 1 2 3. ഫസ്റ്റ് കാർബണിൽ നമുക്ക് അമിനോ ഗ്രൂപ്പ് ആണുള്ളത്. സോ അമിനോ ഗ്രൂപ്പ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണിക്കണം. ആസ് NH2 നമ്മൾ കൊടുത്തു. ഇതാണ് ഫസ്റ്റ് കാർബൺ. വേറെ സ്പെഷ്യൽ ഗ്രൂപ്പ്സ് ഒന്നുമില്ല. സോ ദിസ് ഈസ് ദ ബോണ്ട് ലൈൻ റെപ്രസെൻറ്റേഷൻ. കണ്ടല്ലോ, ബോണ്ട് ലൈൻ റെപ്രസെൻറ്റേഷൻ കണ്ടല്ലോ. ഇനി രണ്ടാമത്തെ കോമ്പൗണ്ടിൻ്റെ ബോണ്ട് ലൈൻ റെപ്രസെൻറ്റേഷൻ കൊടുക്കാം. ഹൗ മെനി കാർബൺസ് ആർ ദേർ? 5 കാർബൺസ് ആണ്. സ്റ്റാർട്ട് ചെയ്യുക. 1 2 3 4 5. നമ്പർ ഫ്രം ദ സെയിം എൻഡ്. ഈ എൻഡിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തു. 1 2 3 4 5. Where is the position of the NO2 group? On the 4th carbon ആണ്. So you add NO2 there. NO2 കൊടുത്തു.
ദെൻ സെക്കൻഡ് കാർബണിൽ നമുക്ക് അമിനോ ഗ്രൂപ്പ് ഉണ്ട്. NH2 ഗ്രൂപ്പ് സെയിം സൈഡിലേക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊടുക്കാം. NH2 ഗ്രൂപ്പ് കൊടുത്തു. സോ ദിസ് ഈസ് ദ ബോണ്ട് ലൈൻ റെപ്രസെൻറ്റേഷൻ. ഇനി ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണ് അതിൻ്റെ പൊസിഷൻ നമ്മളിവിടെ കൊടുക്കുക. ഡബിൾ ബോണ്ട് ഇവിടെ വന്നാൽ അവിടെ കൊടുക്കുക, അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. അപ്പോൾ ആ രീതിയിൽ നമുക്ക് നെയിമിങ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ കുറേ കോമ്പൗണ്ട്സ് ഇവിടെ കണ്ടു, കുറേ സ്പെഷ്യൽ ഗ്രൂപ്പ്സ് എല്ലാം നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. റൂൾസ് ഏകദേശം കാര്യങ്ങളൊക്കെ നമുക്ക് തിരിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് കാര്യങ്ങളും കൂടെ ആയിട്ട് വീണ്ടും ഒരു പാർട്ടും കൂടെ IUPAC നെയിമിങ് ഒരു പാർട്ടും കൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ ഒരു പാർട്ടും കൂടെ നമുക്കുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ വീണ്ടും ഒന്നിലധികം ഫങ്ഷൻ ഗ്രൂപ്പ്സ് വരുമ്പോൾ എങ്ങനെയാണ് നെയിമിങ്, ഏതിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി, അത്തരം കാര്യങ്ങളുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.